പത്തനംതിട്ടയിൽ നിന്ന് സുജു ടി ബാബു കൂടി നമ്മളോടൊപ്പം ചേരുകയാണ്. സുജു, പത്തനംതിട്ടയിൽ മഴയ്ക്ക് ഇപ്പോൾ അല്പമെങ്കിലും ശമനമുണ്ടോ? ഇപ്പോഴും അതോ പഴയ രീതിയിൽ തന്നെ മഴ തുടരുകയാണോ? റാന്നി അടക്കമുള്ള മേഖലകളിലെ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ്? ഇപ്പോഴും പത്തനംതിട്ട ജില്ലയിൽ മഴയുണ്ട്. റാന്നിയിലെ ശക്തമായ മഴയ്ക്ക് ശമനം വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇടയ്ക്ക് ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ടെന്നുള്ള ആശങ്ക ജനിപ്പിക്കുന്നതാണ്. എന്നാൽ രാവിലെ ഉണ്ടായ അത്രയും മഴ ഇപ്പോൾ ഇല്ല എന്നത് ആശ്വാസവുമാണ്. എന്നിരുന്നാൽ പോലും ജില്ലയിലെ പ്രളയക്കെടുതി അല്ലെങ്കിൽ മിന്ന പ്രളയവുമായി ബന്ധപ്പെട്ട കെടുതി പൂർണ്ണമായി അവസാനിക്കുന്നില്ല. അല്പസമയം മുമ്പ് പി വിശ്വനാഥും MLA പ്രവർത്തനമാണ് സൂചിപ്പിച്ച പോലെ ആളുകളെയെല്ലാം തന്നെ പൂർണ്ണമായി സ്ഥലങ്ങളിൽ നിന്ന് മാറ്റിയെന്ന് ഉറപ്പിക്കാൻ ഇപ്പോഴും സാധിക്കാത്തൊരു സാഹചര്യമാണ്. 500-ലധികം വീടുകളിലാണ് റാന്നി വെള്ളം കയറിയത്. അതുപോലെ തന്നെ കടകളിലൊക്കെ വെള്ളം കയറി വലിയ കോടികൾ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. റാന്നി മാത്രമല്ല, പത്തനംതിട്ട ജില്ലയിലെ കോന്നി നിയോജക മണ്ഡലത്തിലെ വിവിധ പ്രശ്നങ്ങൾ, കൊക്കാത്തോട്, അടുമ്പക്കുളം തുടങ്ങിയ വിവിധ സ്ഥലങ്ങളിൽ മൂഴിയാറ്, തീരത്തോട് ബന്ധമായിട്ട് അങ്ങനെ വിവിധ പ്രദേശങ്ങളിലും വലിയ ഉണ്ടായിരുന്നു. എല്ലാം തന്നെ ഉൾവനങ്ങളിലുണ്ടായ ഉരുൾപൊട്ടലും ചില ആൾതാമസമുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായ ഈ മലവെള്ളപ്പാഴ്ചകളാണ് ഇത്തരം ഒരു പ്രശ്നങ്ങളെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കെ ദിനേഷ് കുമാർ MLA സ്ഥലം സന്ദർശിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ആവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ മലയോര മേഖലയിൽ മഴ കനക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്നുണ്ടായ നിലപ്രളയം അത് ഉടനെ ബാധിക്കുന്നത് ജില്ലയുടെ കോഴഞ്ചേരി പോലുള്ള ആറന്മുള പോലുള്ള ഭാഗത്തേക്കാണ്. കാരണം പമ്പയാറിൽ നിന്ന് ഒഴുകിയെത്തുന്ന വെള്ളം ഈ പ്രദേശത്തേക്കാണ് ആദ്യം എത്തുന്നത്. ഇവിടങ്ങളിലും ഇപ്പോൾ വീടുകളിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു പ്രളയ ഭീഷണിയുള്ള സ്ഥലം അപ്പർ കുട്ടനാട് മേഖലയാണ്. ഏറ്റവും ഒടുവിലായി ജില്ലയിലേക്ക് വെള്ളം ഒഴുകിയെത്തുന്ന അപ്പർ കുട്ടനാട് മേഖലയിലേക്കാണ്. അതുകൊണ്ട് അവിടെ കനത്ത ജാഗ്രത തന്നെയാണ് ജില്ലയിൽ പാലിക്കുന്നത്. ഇന്നിപ്പോൾ കോറിയുടെ പ്രവർത്തന നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മലയോര മേഖലയിലേക്കുള്ള രാത്രികാല യാത്രയ്ക്കും ജില്ലാ കളക്ടർ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗവിയിലേക്ക് വഴി മൂഴിയാർ വഴി ഗവിയിലേക്കുള്ള യാത്ര ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ നിരോധിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്തിടയ്ക്ക് എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഈ മിന്നൽ പ്രളയവുമായി ബന്ധപ്പെട്ട ഒരു മുന്നറിയിപ്പോ മറ്റോ അലേർട്ടുകളോ ഉണ്ടായിരുന്നില്ല എന്ന ആക്ഷേപവും പരാതിയും ഇതിനോടൊപ്പം തന്നെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയായിരിക്കാം ഇത്രയധികം ആളുകൾ ഇത് ബാധിച്ചപ്പോഴും പല ആളുകൾ വീടുകളിൽ കുടുങ്ങിപ്പോയെന്നുള്ള പരാതിയും ഇതിനോടൊപ്പം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്.